അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇവാസാവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഇതേപോലത്തെ ലോക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇൻവിസിബിൾ മാലയുടെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണണം. എല്ലാത്തിൻ്റെയും പ്രൈസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിൽ വിവരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഗിയർ വയറാണ്. ഗിയർ വയർ ഈ ഒരു റോളിന് വരുന്നത് 80 രൂപയാണ്. ഒരു റോൾ വെച്ചിട്ട് ഒത്തിരി അധികം മാല നമുക്ക് ഉണ്ടാക്കാം. 80 രൂപയാണ് അതിൻ്റെ ഒരു റോൾ വരുന്നത്. ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്ക് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ഫിഷ് ഹുക്ക് എന്ന് പറയും. നമ്മൾ മാലയുടെ അവസാനം ലോക്കറ്റിന് പകരമായിട്ട് ഇടുന്ന, ലോക്കറ്റല്ല നമ്മൾ കൊളുത്തുണ്ടല്ലോ അതിന് പകരമായിട്ട് ഇടുന്നതാണ്. അപ്പം അതിന് പെർ പീസ് 5 റുപ്പീസാണ് വരുന്നത്. പിന്നെ നേരത്തെ കാണിച്ചത് സൈഡ് റിങ്സ് ആണ്. സൈഡ് റിങ്സ് അല്ലെങ്കിൽ വട്ടക്കണ്ണി എന്ന് പറയും. അത് ഗ്രാമായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് ബീഡ്സ് ആണ്, ഗോൾഡൻ ബീഡ്സ്. നമ്മൾ ലോക്കറ്റിൻ്റെ കൂടെ ഗോൾഡൻ ബീഡ്സും കൂടെ ആഡ് ചെയ്താണ് മാല ചെയ്യാറ്. പിന്നെ ഇത് കട്ടർ, പിന്നെ വരുന്നത് പ്രസ്സർ. ഈ കട്ടറും പ്രസ്സറും നമുക്ക് മാലയൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ളതാണ് കേട്ടോ. ഇത് രണ്ടും 80 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗിയർ വയർ എടുക്കാം. ഗിയർ വയർ ഇത് കണ്ടോ, ഇതേപോലെ അത് കയറ്റി വെക്കണം. നമ്മൾ എത്ര കട്ട് ചെയ്ത് എടുത്തിട്ട് കഴിഞ്ഞാലും ആ ഒരു വിടവിലേക്ക് അത് കയറ്റി വെച്ചില്ലെങ്കിൽ ഇത് ഫുള്ള് കുരുങ്ങി പോകും കേട്ടോ. അപ്പം ഫസ്റ്റ് നമ്മുടെ കഴുത്തിൻ്റെ അളവിലോ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ അളവ് എത്രയാണോ അത് വെച്ചിട്ട് നമ്മൾ ഈ കട്ടർ യൂസ് ചെയ്ത് ആ ഒരു ഗിയർ വയർ അതിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഗിയർ വയർ ജസ്റ്റ് ഒന്ന് കഴുത്തിൽ വെച്ച് നോക്കണം, കറക്റ്റ് അളവാണോ എന്ന് നോക്കണം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് അതിലേക്ക് ഗിയർ ലോക്ക് എന്ന് പറയും. ചെറിയൊരു ഗോൾഡൻ കളർ ബീഡ് പോലെ ഇരിക്കും. അത് ഗിയർ ലോക്ക് എന്നാണ് അതിന് പറയുക. അത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാത്തിൻ്റെയും അറ്റം ഫുള്ള് ഇതിൽ ലോക്ക് ചെയ്ത് കൊടുക്കുന്ന. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം, ഗിയർ ലോക്ക് എന്നാണ് പറയുക. ഇത് നമുക്ക് ഗ്രാംസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് മെയിൻ സാധനം, ഗിയർ ലോക്ക്. അപ്പം ഇത് നമ്മൾ ഗ്രാമായിട്ട് 10 രൂപ 20 രൂപ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുക. ഇത് ഇത്തിരി റേറ്റുള്ള സാധനമാണ്. അപ്പോൾ ഫസ്റ്റ് ആ ഒരു ഗിയർ ലോക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ ഫിഷ് ഹുക്ക് എന്ന് പറഞ്ഞില്ലേ, അത് ആ കൊളുത്തൊന്ന് ജസ്റ്റ് അതിൻ്റെ ആ വട്ടക്കണ്ണിയിൽ കൂടെ കയറ്റി കൊടുത്തിട്ട് ഈ വയർ ഇതേപോലെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഗിയർ വയർ ഉണ്ടല്ലോ, ഗിയർ വയറിനകത്തോട്ട് ആ ഒരു ഗിയർ ലോക്ക് ഇങ്ങനെ കയറ്റി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. അപ്പം ഗിയർ ലോക്കിനകത്ത് ഇതേപോലെ അത് കയറണം കേട്ടോ. ഗിയർ ലോക്ക് ഉണ്ടല്ലോ ചെറിയ ബീഡ്സ് പോലത്തെ, അതിനകത്തോട്ട് ആ വയർ കയറ്റിയിട്ട് നമ്മുടെ ഫിഷ് ഹുക്കിന് ആ സൈഡിലോട്ട് നല്ല അടുപ്പിച്ച് ഒന്ന് വലിച്ച് ടൈറ്റാക്കി പിടിച്ചിട്ട് നമ്മുടെ പ്രസ്സർ വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ പ്രസ് ചെയ്യുമ്പോൾ അതവിടെ ലോക്കായി. അപ്പോൾ ഇനി ആ കൊളുത്ത് എന്തായാലും അവിടെ നിന്ന് അനങ്ങത്തില്ല, അതവിടെ നമ്മൾ ലോക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ലോക്ക് ചെയ്യാനുള്ള സാധനമാണ് ഈ ഗിയർ ലോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് റേറ്റ് കൂടുതലും വരുന്നത്. അപ്പോൾ നമ്മൾ അതവിടെ ലോക്കായി. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡ് എടുക്കുക. അതവിടെ ലോക്കായാലും ഇനി അതുവഴി ഒന്നും കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഇൻവിസിബിളിൻ്റെ ആ ഒരു ഗിയർ വയർ ഇപ്പുറത്തെ സൈഡ് എടുത്തിട്ട് നമുക്ക് എടുക്കേണ്ടത് ഗിയർ ലോക്കും ഒരു ബീഡും എടുക്കുക. ഈ ഒരു പോർഷൻ ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഫസ്റ്റ് ഈ ബീഡ് നമ്മൾ കയറ്റുക. ഒരു ഗോൾഡൻ ബീഡുണ്ടല്ലോ, അതൊരു വർക്കുള്ളൊരു ബീഡാണ്. അത് ഫസ്റ്റ് കയറ്റുക. വർക്കില്ലാത്ത ബീഡാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നോർമൽ ബീഡാണെങ്കിലും കുഴപ്പമില്ല. അത് കയറ്റിയിട്ട് ഈ ഗിയർ ലോക്ക് ഒരെണ്ണം കയറ്റുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ലോക്ക് ചെയ്തില്ലായിരുന്നു അപ്പുറത്തെ സൈഡ്, അതിലൊരു ഗിയർ വയറിൻ്റെ ആ ഒരു വയർ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന കണ്ടോ, ലോക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്ത്. അത് കഴുത്തിലിടുമ്പോൾ അത് കുത്തിക്കൊള്ളാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നല്ല പെർഫെക്ഷനായിട്ടിരിക്കാനാണ് നമ്മൾ ആ ബീഡ് അങ്ങോട്ട് കയറ്റി കൊടുത്തിട്ട് ആ ബാക്കി വന്ന ആ വയറിൻ്റെ ആ സൈഡിലോട്ട് കയറ്റി കൊടുത്തിട്ട് ഈ ഒരു ഗിയർ ലോക്ക് ഇപ്പുറത്ത് ഒന്നും കൂടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ അവിടെ ഒന്നും കുത്തിക്കൊള്ളുകയോ കഴുത്തിൽ വേദന എടുക്കുകയോ ഇറിറ്റേഷൻ അങ്ങനെ ഒരു കാര്യവും വരത്തില്ല. അപ്പോൾ ആ ഗിയർ വയർ ആ ബീഡിനകത്തോട്ട് ബാക്കി വന്നത് കയറ്റി അവിടെ ഗിയർ ലോക്ക് ഇട്ടപ്പോൾ അവിടെ സെക്യൂറായി. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗിയർ ലോക്ക്, ഒരു ബീഡ്, പിന്നെ നമ്മുടെ ലോക്കറ്റ്, പിന്നെ ഒരു ബീഡ്, ഒരു ഗിയർ ലോക്ക്. ആ ഒരു ക്രമത്തിൽ എല്ലാം കയറ്റി കൊടുക്കുക. നമുക്ക് എത്ര ലോക്കറ്റാണ് ഇടേണ്ടത് അത്രയും ലോക്കറ്റ് കയറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഈ മാലയിൽ 3 ലോക്കറ്റാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ഗിയർ ലോക്ക്, ഒരു ബീഡ്, ഒരു ലോക്കറ്റ്, വീണ്ടും ബീഡ്, ഗിയർ ലോക്ക്. അപ്പോൾ ആ ഒരു രീതിയിൽ കയറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എത്ര ലോക്കറ്റാണോ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്, ചോക്കർ പോലെയൊക്കെ ആണെങ്കിൽ ഒരു 6 ലോക്കറ്റൊക്കെ ഇടുമ്പോൾ ഫുള്ള് ചോക്കറായിട്ടിരിക്കും. ഇതിപ്പോൾ നമ്മൾ 3 ലോക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം സംഭവം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ലോക്കറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ബീഡായിരിക്കണം, ബീഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇതായിരിക്കണം, ഈ ഗിയർ ലോക്ക് ആയിരിക്കണം.
എന്നാലേ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് അനങ്ങാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ 3 ലോക്കറ്റും നമ്മൾ കയറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് സെക്യൂറായി. അത് അത്ര ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്നില്ല. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഫസ്റ്റ് ഫിഷ് ഹുക്ക് ഇട്ടപ്പം ടൈറ്റ് ചെയ്ത് കൊടുത്തില്ലേ, അതേപോലെ ഇപ്പുറത്തും നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഗിയർ ലോക്കും ഈ ബീഡും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഗിയർ ലോക്കാണ് ഇടുന്നത്, പിന്നെയാണ് ബീഡ് ഇടുന്നത്. നമ്മൾ അപ്പുറത്ത് പക്ഷേ ബീഡ് ഇട്ടിട്ടാണ് ഗിയർ ലോക്ക് ഇട്ടത്, അപ്പുറത്തെ സൈഡ് ആയതുകൊണ്ട്. ഇപ്പുറത്തെ ആയതുകൊണ്ട് നമ്മൾ ഗിയർ ലോക്കും ബീഡും അങ്ങനെയാണ് ഇടുന്നത്. അത് നിങ്ങൾക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ വന്നിട്ട് ഏറ്റവും അവസാനത്തെ ഒരു ഗിയർ ലോക്ക് അതിൽ കയറ്റി വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതേപോലത്തെ വട്ടക്കണ്ണി ഉണ്ടല്ലോ, സൈഡ് റിങ് എന്ന് പറഞ്ഞില്ലേ ഫസ്റ്റ് കാണിച്ചത്, അതെടുക്കുക. അത് നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് ഇതേപോലെ പ്രസ്സർ വെച്ച് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ പ്രസ് ചെയ്യുമ്പോൾ അത് ഓപ്പണായി വരും. അതേപോലെ ഓപ്പൺ ആക്കി കൊടുത്തിട്ട് നമ്മുടെ അപ്പുറത്തെ ഫിഷ് ഹുക്ക് ഉണ്ടല്ലോ, ആ ഒരു ഫിഷ് ഹുക്ക് ഓപ്പൺ ആക്കി അതിനകത്തൊന്ന് കയറ്റി കൊടുക്കുക. അതിനകത്ത് കയറ്റി കൊടുത്തിട്ട് ആ റിങ് എന്ന് പറയുന്ന ഈ സൈഡ് റിങ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഗിയർ വയറിൽ നമ്മളൊരു ഗിയർ ലോക്ക് കയറ്റി വെച്ചിരിക്കുന്നില്ലേ, അതിനകത്തോട്ട് കയറ്റിയിട്ട് നമ്മുടെ സെയിം മെത്തേഡ് ആ ഗിയർ വയർ വലിച്ച് ആ ഗിയർ ലോക്കിനകത്തോട്ട് ആക്കി കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് സൈഡ് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ ചെയ്തിട്ട് നല്ലപോലെ വലിച്ച് നമ്മൾ അപ്പുറത്തെ സൈഡ് അങ്ങനെ ടൈറ്റ് ആക്കിയതുപോലെ ഈ സൈഡും ടൈറ്റാക്കി ഗിയർ ലോക്ക് അത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നല്ല പ്രസ്സാകും. പക്ഷേ ആ സൈഡിലും നമ്മളിങ്ങനെ ചാടി നിൽപ്പുണ്ട്, അതും കഴുത്തിൽ കൊള്ളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ഗിയർ ലോക്കും ബീഡും ലാസ്റ്റ് കയറ്റിയില്ലേ, അത് നമ്മൾ ഇതേപോലെ കയറ്റി വയ്ക്കും. കണ്ട ബീഡ് അതിനകത്തോട്ട് കയറ്റിയിട്ട് ഗിയർ ലോക്ക് ചെയ്യുമ്പം നമ്മുടെ അപ്പുറത്തെ സൈഡ് പോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നല്ല സെക്യൂറായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കയറ്റിയത്. അപ്പം വീഡിയോ പയ്യെ ഒന്ന് സ്ലോ ആക്കിയിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ഇതിൽ സ്പീഡിൽ പറഞ്ഞു പോകുന്നതുകൊണ്ട് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ, നിങ്ങൾ പയ്യെ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ വന്നിട്ട് ഇതിങ്ങനെ നമുക്കൊന്ന് പൊസിഷൻ വെക്കാനായിട്ട് അറിഞ്ഞുകൂടാത്തവർക്കാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് താഴെ വെച്ചിട്ട് നമ്മുടെ കൊളുത്തിൻ്റെ നേരെ താഴെയായിട്ട് ഫസ്റ്റ് നമ്മുടെ നടുക്കത്തെ ലോക്കറ്റ് വരണം. പിന്നെ ഒരു നിശ്ചിത അകലം വെച്ചിട്ട് ഒരു ലോക്കറ്റ് കൊടുക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ ഒരു ലോക്കറ്റും കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്തിരിക്കുന്ന എല്ലാ ഗിയർ ലോക്കും ഒന്ന് ലോക്ക് ചെയ്താൽ നമ്മുടെ മാല റെഡിയായി. പിന്നെ അടുത്ത് ഇത് വേണ്ടത് നമുക്ക് കമ്മലാണ്. കമ്മലിൻ്റെ 2 ലോക്കറ്റും കൂടി ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് ഇതേപോലെ സൈഡ് റിങ്ങും ഹുക്കുമാണ് വേണ്ടത്. നമ്മൾ ഈ ഹുക്ക് ചെയിനാണ് നമ്മൾ കമ്മലിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിലിങ്ങനെ ഒരു ഓട്ട ഉള്ളതുകൊണ്ട് ലോക്കറ്റിൽ മുകളിലൊരു ഇങ്ങനെ ഹോളുള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ചു ഇതേപോലത്തെ ഹുക്കായിട്ടുള്ള കമ്മൽ നമുക്ക് ഇടാമെന്ന് വിചാരിച്ചു. സ്റ്റഡായിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇപ്പോൾ ഇതിൽ ഹോളുള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഹുക്കായിട്ടുള്ളത് യൂസ് ചെയ്യാൻ. അപ്പോൾ ആ സൈഡ് റിങ് ജസ്റ്റ് ഓപ്പൺ ആക്കി ആ ഒരു ഹോളിൽ ലോക്കറ്റിൻ്റെ മുകളിലെ ഹോളിൽ കൂടെ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്തിട്ട് അതിനകത്തൂടെ നമുക്ക് നമ്മുടെ ആ ഹുക്ക് കൊടുത്താൽ മതിയാവും. ഹുക്കിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിലോട്ട് ആ ഒരു സൈഡ് റിങ് ഇതേപോലെ കയറ്റി കൊടുക്കുക. നമ്മൾ ലോക്കറ്റിനകത്തൂടെയും കയറ്റി ഹുക്കിനകത്തൂടെയും കയറ്റി. അപ്പോൾ അത് രണ്ടും കയറ്റി കഴിഞ്ഞിട്ട് ആ ഒരു സൈഡ് റിങ് ഉണ്ടല്ലോ അത് നല്ലപോലെ പ്രസ് ചെയ്ത് അതൊന്ന് അടച്ചു കൊടുക്കുക. നല്ല സെക്യൂറായിട്ട് അതൊന്ന് അടച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അതൊരു ബോറായിട്ട് ആ ഒരു റിങ് കിടക്കും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് 2 സൈഡിലുമായിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പം അത് നല്ലപോലെ അടുത്ത് വരും. അപ്പോൾ അതേപോലെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് ഇത്തിരി ഭംഗിയായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ മാലയുടെ ലോക്കറ്റും അതേപോലെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കമ്മലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഹുക്കും ഉണ്ടാക്കാം, നമുക്ക് സ്റ്റഡും ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കമ്മലും ആയി, മാലയായി. സിമ്പിളായിട്ട് ഇതേപോലത്തെ ലോക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഏതൊരു ഫങ്ഷന് വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു അരമണിക്കൂർ വേണ്ട, അരമണിക്കൂറിനകത്ത് മതി. യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല ശീലമായി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോയും നമ്മുടെ ഈ മാലയും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.